ഈ കേരളത്തിലെ ഒരു ഹൈടെക് റെയിൽവേയുമായി ബന്ധപ്പെട്ട് അതിവേഗ റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാന സർക്കാർ വലിയ പ്രഖ്യാപനം നടത്തി. അതിൻ്റെ പേരിൽ സമരം നടന്ന സംസ്ഥാനമാണ് കേരളം. താങ്കൾ ഉൾപ്പെടുന്ന ആളുകൾ പല സ്ഥലങ്ങളിലും സമരത്തിന് നേതൃത്വം നൽകി. ഇപ്പോഴും സർക്കാർ പറയുന്നത് ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. കേന്ദ്രത്തിൻ്റെ അടുത്ത് പോകുന്നു, കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുന്നു. വികസനം ഒരു കാലത്ത് കേരളത്തിലെ വികസനം വരുന്ന സമയത്ത് പ്രകൃതിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷകരമായ വികസനം എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും സമരം ചെയ്ത ആളുകളാണ് CPM. എന്നാൽ തങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ഭരണം തങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ പ്രകൃതിയേക്കാൾ വലുത് വികസനമാണെന്ന തരത്തിലേക്ക് CPM മാറിയിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ളൊരു മാറ്റത്തിന്റെ ഒരു കാരണം എന്തായിരിക്കും? ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഉദാഹരണത്തിൽ തുടങ്ങാം. 2010-11 കാലത്താണ് ആറന്മുള വിമാനത്താവളം എന്ന ആശയം വരുന്നത്. ആറന്മുള വിമാനത്താവളം ഇടതുപക്ഷം അതിന് തത്വത്തിൽ അംഗീകാരം കൊടുക്കും. ആറന്മുള വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രി അച്യുതാനന്ദനെ പറ്റിച്ചൊപ്പിടുക എന്ന് എനിക്കറിയാം. പക്ഷേ ഏതോ ശക്തികൾ ആറന്മുള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അന്നത്തെ സ്ഥാനാർത്ഥി വലിയ ബോർഡ് വയ്ക്കുന്നു. രാജഗോപാൽ ആറന്മുളയ്ക്ക് ചിറക് വിരിയുന്നു. ആ ബോർഡിൻ്റെ മുമ്പിൽ നിന്ന് എനിക്ക് അന്ന് പ്രതിഷേധം വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ലോക്കൽ, അതിൽ പാർട്ടിയൊന്നുമില്ല, പള്ളിയോടൊക്കെ സമിതി, അങ്ങനെ കുറേ ആളുകളുണ്ട്, കൃഷിക്കാരൊക്കെ. ആ പ്രതിഷേധത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോയ ആളവിടെ. ആദ്യത്തെ സമരം ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ. അന്നവിടെ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിലുള്ളത് ഈ വലിയ ബോർഡാണ്. ഈ ചിറക് വയ്ക്കുന്ന ബോർഡ്. പിന്നെ അന്ന് ഭരണം മാറുന്നു, ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്നു, CPM പ്രതിപക്ഷത്താവുന്നു. പിന്നെ നമ്മൾ കാണുന്നത് വളരെ വ്യത്യസ്തമായ ചിത്രമാണ്. BJP അവിടെ സമരത്തിന് വരുന്നു, CPM സമരത്തിന് വരുന്നു. ഇപ്പോൾ BJP ചില സമരത്തിന് വരുന്നതിന് ഇവർ കളിയാക്കുന്നുണ്ട്, ജനകീയ സമരത്തിൻ്റെ ഭാഗത്ത്. യഥാർത്ഥത്തിൽ കുമ്മനം രാജശേഖരനായിരുന്നു സമരസമിതി കൺവീനർ അവിടെ, അല്ലെങ്കിൽ അല്ലാന്ന് ഇവർ പറയട്ടെ. ആ വേദിയിൽ കുമ്മനം അധ്യക്ഷനായും നിന്നുള്ള വേദിയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളും, എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് VM സുധീരൻ വളരെ വ്യത്യസ്തമായ ഒരാളാണ്. ബാക്കി CPM, CPI, RSP ഇവരൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. കുമ്മനാണ് അധ്യക്ഷൻ. ES വന്നിട്ടുണ്ട്, പിണറായി വന്നിട്ടുണ്ട്, ബിനോയ് വിശ്വം വന്നിട്ടുണ്ട്, ബേബി വന്നിട്ടുണ്ട്. ഞാനും ആ വേദിയിൽ പലതിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. പെട്ടെന്ന് ആറന്മുള വിമാനത്താവളം പാടത്താണ് ഉണ്ടാവുന്നത്. ഞാൻ ആറന്മുള വിമാനത്തിന് അന്നും എതിരാ. LDF ഭരിക്കുമ്പോഴും ഞാനെതിരാ, UDF ഭരിക്കുമ്പോഴും ഞാനെതിരാ. കാരണം എന്നെ കൺസേൺ ഉണ്ട്. പക്ഷേ തങ്ങൾ ഭരിക്കുമ്പോൾ ആറന്മുള പാടായിരുന്നില്ല. UDF വന്നപ്പോൾ ഉടനെ ആറന്മുളയിൽ പാടമായി, തണ്ണീർത്തടമായി പാടമായി. ഇത് ഒരു ടെക്നിക്കാണ്. അതുപോലെ നിരവധി കാര്യങ്ങൾ. ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേയുടെ കാര്യത്തിൽ വളരെ ഞങ്ങൾ ഒന്നിച്ചെന്ന് CPM-ഉം ഞാൻ ഒന്നിച്ചും സമരം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ CPM ഭരണം കിട്ടിയപ്പോൾ എക്സ്പ്രസ് ഹൈവേയുടെ അല്ലെങ്കിൽ അതിവേഗ റെയിൽവേയുടെ ആളുകളായി. ഈ അതിവേഗ റെയിൽവേക്ക് ഇനിയിപ്പോൾ കേന്ദ്ര അംഗീകാരം കൊടുത്താലൊന്നും ഇവിടെ നടക്കാൻ പോകുള്ളൂ. ഇനിയിപ്പോൾ പിണറായി മൂന്നാം സർക്കാർ വന്നാലും മോഡി അതിന് ഉദ്ഘാടകനായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം. മുംബൈ അഹമ്മദാബാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ റെയിൽവേ പദ്ധതി പ്രോജക്റ്റ്. 2017 തീരുമെന്ന് പറഞ്ഞ പദ്ധതി തുടങ്ങിയത്. പറയുമ്പോൾ മുംബൈ അഹമ്മദാബാദും ഒക്കെ മോഡിയുടെ കീഴിലിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ പോലും 2027 പോലും അതിൻ്റെ 4/1 തീർന്നിട്ടില്ല. അവിടെ ഇത്രയും ഭൂമി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടില്ല, ഇത്രയും പ്രശ്നങ്ങളില്ല, പരിസ്ഥിതി സംഘടനകളില്ല, ഒന്നുമില്ല. മാത്രമല്ല അവർ മൊത്തം ഇതിലെ മോളിൽ കൂടിയാണ് പോണേ, നിലത്ത് കൂടിയല്ലേ. വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ടും 10 വർഷം 9-8 വർഷം കഴിയുമ്പോഴും അതിൻ്റെ 3/1 തീർന്നിട്ടില്ല. അതിനേക്കാൾ വേഗത്തിൽ കേരളത്തിൽ നടക്കുമെന്ന് പറയാനല്ല. ഇവിടെ സംഭവിക്കാൻ പോണേ കുറേ കരാർ ഒപ്പിടും, കുറേ എക്യുപ്മെൻറ്റ് വാങ്ങി ആരെങ്കിലുമായിട്ട് കൊണ്ടുവരാൻ വരും, ലാവലിനൊക്കെ പോലെ. അത് കഴിഞ്ഞാൽ ഇവരൊക്കെ പോവും. ഇപ്പം ലാവലിൻ കരാറിൽ കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ് ഇപ്പോൾ എവിടെയുണ്ട് ആർക്കെങ്കിലും അറിയാമോ? ഞാനതിനെപ്പറ്റി പഠിച്ച ആളാണ്, പഠിച്ച് പുസ്തകം എഴുതിയ ആളാണ്. എക്യുപ്മെൻറ്റ് കൊണ്ടുവന്നു എന്ന് പറയും, ലാവലിൻ തന്നെ കൊണ്ടുവരും, ലാവലിൻ തന്നെ ഡിസൈൻ ചെയ്യും, ലാവലിൻ തന്നെ കൊണ്ടുവരും, ലാവലിൻ തന്നെ പരിശോധിക്കും, ലാവലിൻ തന്നെ സ്ഥാപിക്കും, ലാവലിൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ലാവലിന് കാശ് കിട്ടും. അത്രേ ഉള്ളൂ. അതിൽ വേറെ കൺസൾട്ടൻ്റ് ഇല്ല, ഒന്നും. കൺസൾട്ടൻ്റ് ലാവലിൻ തന്നെ, സപ്ലയറിന് ലാവലിൻ തന്നെ, ഇൻസ്പെക്ടറിന് ലാവലിൻ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ കരാറുകളുണ്ട്. അതുപോലൊരു കരാറായിട്ട് വേണമെങ്കിൽ കേന്ദ്ര സർക്കാർ സമ്മതിച്ചാൽ കൊണ്ടുവരാം. പക്ഷേ ഭൂമിയിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഭൂമിയിലൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല, നടക്കൂല. മാത്രമല്ല 2018 ഫ്ലഡിന് ശേഷം കേരളത്തിൽ 300 കിലോമീറ്റർ നീളത്തിലുള്ള വൻമതിൽ വരുന്ന പറഞ്ഞാൽ ആരും സമ്മതിക്കുക? വെള്ളം എവിടെ പോകും? ഇപ്പം ഇവിടുത്തെ ഹൈവേനെ നോക്കൂ. ഹൈവേ പല സ്ഥലത്തും വെള്ളം കെട്ടിയിട്ട് തകർന്നു വീണുകൊണ്ടിരിക്കുക, മണ്ണിൽ പാടത്ത് പണിതിട്ട്. അപ്പം ഇത്രയും അതിൻ്റെ എത്രയോ മടങ്ങ് വലുതാണ് ഈ സാധനം. അപ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഇവർക്ക് ചില ലാഭങ്ങളുണ്ടാവും, ചില കരാറുകൾ ഉണ്ടാവും, ചിലരുമായിട്ട് എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിവേഗ റെയിലൊന്നും ഇവർ വിഷയമായിട്ട് ഉന്നയിക്കുന്നത് ഞാൻ തോന്നുന്നില്ല. പിന്നെ ഉന്നയിച്ചിടത്തൊക്കെ തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ടാർഗറ്റേ ഉള്ളൂ ഇടതുപക്ഷത്തിന്, ഹിന്ദുത്വ. ആ ഹിന്ദുത്വ ഇപ്പോൾ കോഴിക്കോട് ഫലസ്തീൻ സംഗമം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം സാമാന്യ തലയ്ക്ക് വെളിവുള്ളവർക്കൊക്കെ മനസ്സിലാക്കേണ്ടത് എന്തായി പോകും. വെള്ളാപ്പള്ളി നടേശനാണോ ഫലസ്തീൻ സംഘം ഉദ്ഘാടനം ചെയ്യണമെന്ന് എനിക്കറിയില്ല. അയാളും ചെയ്യും, എന്നിട്ട് മുസ്ലിങ്ങളെ കുറേ തെറിയും പറഞ്ഞ് പറയുകയും ചെയ്യും. അപ്പോൾ ആ തരത്തിൽ എല്ലാ വർഗീയവാദികളുടെയും വോട്ട് സമാഹരിച്ചു പോകാൻ കഴിയുമോ, അതിന് വിജയിക്കുമോ? അതോ 1987 കേരളത്തിലെ, ഞാൻ ഉദാഹരണമായി പറഞ്ഞ 87 കേരളത്തിലെ സെക്യുലർ വോട്ട് പ്രതികരിക്കുമോ? ഇടതുപക്ഷ മനസ്സെന്ന് പറഞ്ഞാൽ അത് LDF മനസ്സെന്നല്ല ഈ പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് ഒരു ഇടതുപക്ഷ മനസ്സാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇടതുപക്ഷ മനസ്സെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വൻകിട പ്രോജക്റ്റ്, കുറേ കാശ്, അതൊക്കെ ഉണ്ടാവും, അഴിമതിയൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നുമല്ല, അതൊക്കെ ചെറിയ കാര്യമാണ്. ഒരു സമൂഹമില്ലാതായാൽ, വയലാറിൻ്റെ ഒരു വരിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. വയലാറ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള പാട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു വരി എനിക്ക് എപ്പോഴും പോരുന്ന, മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ഇവിടെ മാനവ ഹൃദയങ്ങളെ ആയുധപ്പുരകളാക്കിക്കൊണ്ടിരിക്കുക. അതിന് ഇടതുപക്ഷം കൂട്ടുനിൽക്കുക. അത് ഒരു കാലത്തും വിജയിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ കേരളം നാളെ സെക്യുലർ ഫാബ്രിക്കിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.